ക്ലാസ്സിൽ എക്സസൈസ് 11.3-ലെ ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം. എക്സ്പ്രസ് ദ നമ്പർ അപ്പിയറിംഗ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ നമ്പേഴ്സ് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇതുപോലത്തെ ഒരു എക്സസൈസ് ചെയ്തതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എർത്ത് ആൻഡ് മൂൺ ഈസ്, ഒരു നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പർ നമുക്ക് എടുത്ത് എഴുതാം. വലിയൊരു നമ്പറാണ്, 384 6 അല്ലേ, മീറ്റർ. നമുക്കിതിനെ എങ്ങനെ ചെയ്യാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡിജിറ്റിന് ശേഷം ഒരു ഡെസിമൽ ഇടുക. ഫസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 3ന് ശേഷം ഡെസിമൽ ഇട്ടു. അതിനുശേഷമുള്ള നമ്പർ എടുത്ത് എഴുതുക. അതിനുശേഷം 84 ആണ് നമ്പർ വരുന്നത്. ഫസ്റ്റ് ഡിജിറ്റ് എടുത്തു, ഫസ്റ്റ് ഡിജിറ്റിന് ശേഷം ഡെസിമൽ ഇട്ടു, അതിനുശേഷം നമ്പർ, അതിൽ വരുന്ന നമ്പർ എടുത്ത് എഴുതി. ഇനി ഇവിടെ സീറോസ്, ലാസ്റ്റ് കുറേ സീറോസ് ആണ്. ആ സീറോസ് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഇടുക. ഇനി 10ന്റെ പവർ ആയിട്ട് എഴുതുക, 10⁻². ഈ 10⁻² എന്നത് ഈ നമ്മൾ ഡെസിമൽ ഇട്ടതിന് ശേഷം എത്ര ഡിജിറ്റ് വരുന്നുണ്ട് അത്ര ഡിജിറ്റ് കൗണ്ട് ചെയ്യുക. അപ്പോൾ ഡെസിമൽ വന്നതിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 3 4 5 6 7 8. ഇപ്പോൾ 10⁻8. ഇവിടെ മീറ്റർ ആയതുകൊണ്ട് നമുക്കിവിടെ മീറ്റർ എഴുതാം. ആൻസർ ഈസ് 3.84 × 10⁻8 മീറ്റർ. ഒന്നും കൂടി പറയാം. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ, ആ നമ്പർ കഴിഞ്ഞിട്ട് നമ്പറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട്, ഇവിടെ 3 ആയിരുന്നു, ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഡെസിമൽ ഇട്ടു. ഡെസിമൽ ഇട്ടതിന് ശേഷം വരുന്ന നമ്പർ എടുത്ത് എഴുതുക. നമ്പർ എന്താ വന്നത്? 8ഉം 4ഉം. ഇനി അതിന് ശേഷമുള്ള ഏറ്റവും ലാസ്റ്റ് വരുന്ന സീറോസ്, മിഡിലാണെന്നുണ്ടെങ്കിൽ സീറോസ് എടുക്കേണ്ടി വരും. ഇത് ഏറ്റവും ലാസ്റ്റാണ് വരുന്നത്. അപ്പോൾ ആ ലാസ്റ്റ് വരുന്ന സീറോസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇൻറ്റു ഇനി 10⁻². പവർ എങ്ങനെ എഴുതും? നമ്മൾ ഡെസിമൽ ഈ 3 കഴിഞ്ഞിട്ടാണ് ഇട്ടത്. ആ ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ടോ അത്ര നമ്പേഴ്സ് കൗണ്ട് ചെയ്യുക. എത്ര ഡിജിറ്റ് ഉണ്ടോ അത്ര ഡിജിറ്റ് കൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ പവറായിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ 8 ഡിജിറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ 10⁻8 എഴുതി. ഇനി ഇവിടെ യൂണിറ്റ് മീറ്റർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ മീറ്റർ എഴുതി. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഈസ്. അപ്പോൾ നമ്പർ എടുത്ത് എഴുതുക. എത്ര സീറോസ് ഉണ്ട്? 6 7 8 മീറ്റർ പെർ സെക്കൻഡ്. ഇങ്ങനെ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ ഇടണം. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഡെസിമൽ ഇട്ടു. അപ്പോൾ നമുക്ക് പറയാം 3 പോയിൻറ്റ്. ഇനി ഡെസിമലിന് ശേഷം നമ്പേഴ്സ് അല്ല, എല്ലാം സീറോസാണ് അല്ലേ. ഇവിടെ എല്ലാം സീറോസ് ആണ്. അപ്പോൾ ലാസ്റ്റ് സീറോസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതണ്ട. അപ്പോൾ നമുക്ക് ഒരു സീറോ എടുത്തുക. നമ്പേഴ്സായിട്ട് എല്ലാം ഒരു നമ്പേഴ്സും ഇല്ല, സീറോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 3.0 എന്ന് എഴുതി. ഇൻറ്റു 10⁻². ഇനി ഡെസിമൽ ഇട്ടത് നമ്മൾ എവിടെയാണ്? 3 കഴിഞ്ഞിട്ട് ഡെസിമൽ ഇട്ടു. അതിനുശേഷം എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കാം. ഡെസിമലിന് ശേഷം 1 2 3 4 5 6 7 8. അപ്പോൾ 10⁻8 യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇനി 3.0 × 10⁻8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു. ഇനി 3.0 എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ മീനിങ്? 3 അല്ലേ. ഇതിനെയും ഡെസിമൽ കഴിഞ്ഞിട്ട് 0 മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തോ റെഡി ഉള്ളൂ? 3 എന്ന് പറഞ്ഞു ചെയ്തു. അപ്പം സോ ആൻസർ ഈസ് 3 × 10⁻8 മീറ്റർ പെർ സെക്കൻഡ്. തേർഡ്, ഡയമീറ്റർ ഓഫ് ദ എർത്ത് ഈസ് 1 2 7 5 6 0 0 0 മീറ്റർ. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതും? ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ ഇടണം അല്ലേ. ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ ഇടണം. അപ്പോൾ 1 പോയിൻറ്റ് കിട്ടും. ഇനി അതിനുശേഷം നമ്പേഴ്സ് ആണെങ്കിൽ എടുത്ത് എഴുതണം അല്ലേ. അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 7 5 6 2 7 5 6. അപ്പോൾ സീറോസ് ലാസ്റ്റ് ആയതുകൊണ്ട്, ഏറ്റവും ലാസ്റ്റാണ് സീറോസ് ഇറങ്ങുന്നത്, അതുകൊണ്ട് എടുത്ത് എഴുതണ്ട. നമ്പേഴ്സ് മാത്രം എടുത്ത് എഴുതുക. അപ്പോൾ 1 ഫസ്റ്റ് ഡിജിറ്റ് 1 എഴുതി, 1ന് ശേഷം ഡെസിമൽ ഇട്ടു. അതിനുശേഷം അതിന് ഉള്ള നമ്പർ 2 7 5 6 എഴുതി. ഇനി ഏറ്റവും ലാസ്റ്റ് സീറോസ് ആയതുകൊണ്ട് അത് എഴുതണ്ട. ഇനി ഇൻറ്റു 10⁻². എന്ത് വരും? ഡെസിമൽ ഇട്ടതിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ടോ അത് കൗണ്ട് ചെയ്യുക. 1 1 2 3 4 5 6 7. അപ്പോൾ 10⁻7. ഇവിടെ യൂണിറ്റ് മീറ്റർ ആണ്, സോ മീറ്റർ എഴുതി. 1.2756 × 10⁻7 മീറ്റർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡയമീറ്റർ ഓഫ് ദ സൺ ഈസ്. എത്രയാണ്? 1 4 6 7 8 സീറോസ് അല്ലേ. 8 സീറോസ് ഉണ്ട് മീറ്റർ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട്
ഡെസിമൽ ഇടുക. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് ഡെസിമൽ ഇട്ടു. അതിനുശേഷം നമ്പറാണ്, ഒരു ഡിജിറ്റ് ഉണ്ട് 4. അപ്പോൾ അതെടുത്ത് എഴുതി. ഇനി ഏറ്റവും ലാസ്റ്റ് കുറേ സീറോസ് ആയതുകൊണ്ട് നമുക്ക് 0 എടുത്ത് എഴുതണ്ട. അതുകൊണ്ട് നമ്മൾ എഴുതി 1.4. ഇനി ഇൻറ്റു 10 റേസ് ടു എത്ര എഴുതണം? ഡെസിമൽ കഴിഞ്ഞിട്ട്, ഈ ഡെസിമൽ ഫസ്റ്റ് നമ്പർ കഴിഞ്ഞിട്ട് നമ്മൾ ഡെസിമൽ ഇട്ടു. ആ ഡെസിമലിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9. അപ്പോൾ 10 റേസ് ടു 9 യൂണിറ്റ് മീറ്റർ. അപ്പോൾ 1.4 ഇൻറ്റു 10 റേസ് ടു 9 meter. Next, in a galaxy there are on an average എത്ര സ്റ്റാർസ് ഉണ്ട്? ഈ നമ്പേഴ്സ് താഴേക്കിറക്കി എഴുതിയിട്ടുണ്ട്. അത്രയും സ്റ്റാർസ് ഉണ്ട് അല്ലേ, വലിയൊരു നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഡിജിറ്റ് ഏതാണോ അതിന് ശേഷം ഒരു ഡെസിമൽ ഇടണം. അപ്പോൾ 1 എഴുതി, അതിന് ശേഷം ഡെസിമൽ ഇട്ടു. ഇനി എല്ലാം അതിനുശേഷം എല്ലാം സീറോസ് ആണ്, അതുകൊണ്ട് നമുക്ക് ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ 1.0 ആയി. ഇൻറ്റു 10 റേസ് ടു നമ്മളിട്ട് കൊടുത്ത ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ 10 റേസ് ടു 11 വരും. ഓക്കെ, ആൻസർ 1.0 ഇൻറ്റു 10 റേസ് ടു 11. അപ്പോൾ 1.0 എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്ങനെ എഴുതാം? 1 അല്ലേ. അപ്പോൾ ഡെസിമലിന് ശേഷം 0 മാത്രമേ നമുക്ക് 1 എഴുതിയാൽ. അപ്പോൾ ആൻസർ 1 ഇൻറ്റു 10 raised to 11. Next, F. The universe is estimated to be about എത്ര വലിയൊരു നമ്പർ തന്നിട്ടുണ്ട്, ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ ആ നമ്പർ നമ്മൾ താഴേക്ക് ഇറക്കി എഴുതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? എസ്റ്റിമേറ്റഡ് ഫോമിൽ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ ഇടണം. അപ്പോൾ 1 കഴിഞ്ഞിട്ട് ഡെസിമൽ ഇട്ടു. അപ്പോൾ ഡെസിമലിന് ശേഷം നമ്പർ ഉണ്ട് ഏതാ? 2. ഇനി അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് വരുന്ന എല്ലാം ഒന്നിച്ച് സീറോസ് ആയതുകൊണ്ട് നമുക്ക് 0 എടുത്ത് എഴുതണ്ട. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഡിജിറ്റ് എടുത്ത് എഴുതി. ഫസ്റ്റ് ഡിജിറ്റിന് ശേഷം ഡെസിമൽ ഇട്ടു. അതിനുശേഷം നമ്പർ ഉണ്ടായിരുന്നു, ആ നമ്പർ എടുത്ത് എഴുതി 2 എഴുതി. ഇനി ഇൻറ്റു 10 റേസ് ടു ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും ഡിജിറ്റ് നമുക്ക് പവറായിട്ട് എഴുതണം. അപ്പോൾ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 റേസ് ടു 10 വരും. ഇയേഴ്സ് ആയതുകൊണ്ട് years. Okay, 1.2 into 10 raised to 10 years. Next, G. The distance of the sun from the center of the Milky Way galaxy. ഈ നമ്പർ ഇത്ര മീറ്ററിലാണ് തന്നിരിക്കുന്നത്. ആ നമ്പർ താഴേക്ക് ഇറക്കി എഴുതിയിട്ടുണ്ട്. ഇനി ഇത്രയും വലിയ സംഖ്യ ഇങ്ങനെയാണ് സ്റ്റാൻഡേർഡ് ഫോമിൽ. വളരെ സിമ്പിളാണ് അല്ലേ. ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുക, ഫസ്റ്റ് ഡിജിറ്റിന് ശേഷം ഡെസിമൽ ഇടുക. അപ്പോൾ 3 പോയിൻ്റ് വന്നു. ഇനി ഇതെല്ലാം അതിനുശേഷം എല്ലാം 0 ആയതുകൊണ്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. ഇൻറ്റു 10 റേസ് ടു എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് ഡെസിമലിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. അപ്പോൾ 10 റേസ് ടു 20 മീറ്റർ. ഇനി 3.0 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 10 റേസ് ടു 20 മീറ്റർ. നെക്സ്റ്റ് എച്ച്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു നമ്പർ തന്നിട്ടുണ്ട്. എന്താണ്? മോളിക്യൂൾസ് ആർ കണ്ടെയ്ൻ ഇൻ എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ആണ്. അപ്പോൾ അത് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എഴുതാം. ഫസ്റ്റ് ഡിജിറ്റിന് ശേഷം ഡെസിമൽ. അപ്പോൾ 6 പോയിൻ്റ്. ഇനി അതിന് ശേഷം നോക്കണം നമ്പേഴ്സ്. അപ്പോൾ നെക്സ്റ്റ് ഒരു 0 ആണ്. 0 2 3 എന്നാണ് വായിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 0 നമുക്ക് ഇതിൽ എഴുതേണ്ടതാണ്. 0 2 3. ലാസ്റ്റ് വരുന്ന സീറോസ് ഇതുപോലെ ഒന്നിച്ച് വരുന്ന സീറോസ് ആണ്, ലാസ്റ്റ് വരുന്ന സീറോസ് ആണ് നമുക്ക് എഴുതേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ ഇടയിൽ മിഡിൽ വരുന്ന സീറോസ് നമുക്ക് ഇടയ്ക്ക് വരുന്ന സീറോസ് വേണ്ടതാണ്. അപ്പോൾ 6.023 അതെടുത്ത് എഴുതണം. 023. ഇനി അതിനുശേഷം ഉള്ള സീറോസ് എഴുതണ്ട. ഇനി 10 റേസ് ടു പവറായിട്ട് എഴുതാം. ഇനി ഈ ഡെസിമലിന് ശേഷം എത്ര സീറോസ് ഉണ്ടെന്ന്, 0യും ഡിജിറ്റും അല്ലേ എല്ലാം കൂടി ഉള്ളത് നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22. അപ്പോൾ 10 റേസ് ടു 22. അപ്പോൾ ആൻസർ ഈസ് 6.023 ഇൻറ്റു 10 റേസ് ടു 22. നെക്സ്റ്റ് the earth has. അപ്പോൾ ആ നമ്പർ
സ്റ്റാൻഡേർഡ് ഫോമിലാക്കാനായിട്ട് ആദ്യം ഫസ്റ്റ് ഡിജിറ്റിന് ശേഷം ഡെസിമൽ, ഇപ്പോൾ 1 പോയിൻറ്റ്, ഇനി അതിന് ശേഷമുള്ള നമ്പേഴ്സ് 3, 5, 3 ഇൻറ്റു 10⁻², ഇനി ഡെസിമലിന് ശേഷമുള്ള നമ്പേഴ്സ് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ 1.353 ഇൻറ്റു 10⁻⁹ കിലോമീറ്റർ ക്യൂബ്. ഇപ്പോൾ ക്യൂബിക് കിലോമീറ്റർ തന്നിരിക്കുന്നതാണ് കിലോമീറ്റർ ക്യൂബ് എന്നെഴുതിയത്. നെക്സ്റ്റ് ജെ, ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത് ആദ്യം ഫസ്റ്റ് ഡിജിറ്റിന് ശേഷം ഡെസിമൽ 1 പോയിൻറ്റ്, ഇനി 1 പോയിൻറ്റ് കഴിഞ്ഞിട്ട് 0 to 7 ആണ്. അപ്പോൾ 0 ഇടയിൽ വരുന്ന സംഖ്യ ആയതുകൊണ്ട് നമുക്ക് അതെടുത്ത് എഴുതണം അല്ലേ. അപ്പോൾ 0 to 7, ലാസ്റ്റ് 0 ഉണ്ട്, ഏറ്റവും ലാസ്റ്റ് സീറോസ് കുറേ ആയതുകൊണ്ട് അത് എഴുതണ്ട. ഇൻറ്റു 10⁻², ഡെസിമലിന് ശേഷം നമ്പേഴ്സ് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ 10⁻9. ആൻസർ ഈസ് 1.027 ഇൻറ്റു 10⁻9. അപ്പോൾ വളരെ ഈസിയായൊരു പ്രോബ്ലമാണിത്. ശ്രദ്ധിക്കേണ്ടത് എത്ര സീറോസൊക്കെ ഒരുപാട് ഇതുപോലെ സീറോസൊക്കെ വരുമ്പോൾ നിങ്ങളിതുപോലെ വെട്ടി ഇങ്ങനെ വെട്ടി വേണം കൗണ്ട് ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 0 കുറഞ്ഞു പോയാലോ കൂടിപ്പോയാലോ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. വളരെ സിമ്പിളാണ്, മാർക്ക് കിട്ടാൻ നല്ല എളുപ്പമുള്ള കണക്കാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നെൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.